ഒടുവിൽ ട്രംപിന് ആ വിഷയത്തിൽ വിജയം ഉണ്ടായിരിക്കുന്നു. കാനഡ, മെക്സിക്കോ എന്നിങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് വലിയ താരിഫ് ട്രംപ് ചുമത്തിക്കൊടുത്തത് കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. അതിനുശേഷം ട്രംപിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് പനാമ കനാലായിരുന്നു. പനാമ കനാൽ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. അമേരിക്കയാണ് പനാമ കനാൽ ഉണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ പനാമ കനാൽ ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണവും ട്രംപിനുണ്ടായിരുന്നു. അതായത് ചൈന പനാമ കനാലിനെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ട്രംപ് ഈ കാര്യം പറഞ്ഞത്. അമേരിക്കയും ചൈനയുമായി വലിയ യുദ്ധത്തിലുമാണ് ഇപ്പോൾ. എന്തായാലും ചൈനയ്ക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി പനാമ കനാൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി, ചൈനയുടെ സ്വപ്ന പദ്ധതിയാണ് ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി എന്ന് പറയുന്നത്. 150 രാജ്യങ്ങളിലൂടെയാണ് ഈ ബെൽറ്റ് ആൻഡ് റോഡ് കടന്നു പോകുന്നത്. വലിയ വ്യാപാര പാതയാണ്. ഈ പാതയിൽ ഒരു പൊൻതൂവൽ തന്നെയാണ് പനാമ കനാൽ എന്ന് പറയുന്നത്. ആ പനാമ കനാൽ ഇപ്പോൾ പിന്മാറിയിരിക്കുന്നു, പനാമ രാജ്യം പിന്മാറിയിരിക്കുന്നു എന്ന വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബെൽറ്റ് ആൻഡ് റോഡ് ആ കരാർ, ആ പദ്ധതി ഞങ്ങൾ ഇനി പുതുക്കാൻ പോകുന്നില്ല എന്നാണ് പനാമൻ പ്രസിഡന്റ് ജോർജ് സോർമുലിനോ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 2017 ഈ പദ്ധതിയിൽ, അതായത് ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ പനാമ ചേർന്നത്. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ ഉൾപ്പെടെ പുതിയ നിക്ഷേപങ്ങളിൽ പനാമ ഇനി സഹകരിക്കാൻ കൂടുതലായി പോകുന്നത് അമേരിക്കയുമായിട്ടായിരിക്കും എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ട്രംപിന്റെ ഭീഷണിക്ക് പനാമ വഴങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതായി വരും. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ പനാമ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ചൈനയുടെ ഈ പദ്ധതിയിൽ നിന്ന് പനാമ ഉടൻ പുറത്തു പോകാൻ ഇപ്പോൾ കോപ്പുകൂട്ടുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിൽ പല പദ്ധതികളിലും ചൈന നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഇനി പനാമ പുറത്തു പോകുമോ എന്ന് നമുക്ക് കണ്ടറിയണം. പനാമ തുറമുഖ കമ്പനിയെ തങ്ങളുടെ സർക്കാർ ഓഡിറ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ പനാമ എന്ന രാഷ്ട്രം അറിയിച്ചിരിക്കുന്നത്. പനാമയിലെ തുറമുഖ കമ്പനിയിൽ വൻ ചൈനീസ് നിക്ഷേപമുണ്ട് എന്ന ആക്ഷേപത്തിന് പിറകെയാണ് പനാമ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. രണ്ട് തുറമുഖങ്ങൾ, അതായത് പനാമ കനാലിലുള്ള 2 തുറമുഖങ്ങൾ ചൈനീസ് കമ്പനിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഓഡിറ്റ് പൂർത്തിയാകുന്നത് വരെ കാത്തിരിക്കണം എന്നാണ് പനാമ പറഞ്ഞിരിക്കുന്നത്. പനാമയിൽ ചൈനയുടെ അധിനിവേശം മൂലം US-ന് തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടി വരുമെന്ന് നേരത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റുബിയോ അറിയിച്ചിരുന്നു. പോരാത്തതിന് പനാമ തിരിച്ചുപിടിക്കാൻ അമേരിക്കയ്ക്ക് സൈനിക ശക്തിയില്ലെങ്കിൽ ഉപയോഗിക്കേണ്ടി വരും എന്നാണ് നേരത്തെ അമേരിക്ക പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചൈനയുടെ ഈ പദ്ധതിയിൽ നിന്നും പുറത്തു പോകാനായി പനാമ നിർബന്ധിതമായത് എന്ന് നമ്മൾ ഇതിലെടുത്ത് കാണേണ്ട ഒരു കാര്യമാണ്. പനാമയെ അമേരിക്ക തിരിച്ചുപിടിക്കാനായി വലിയ ചുവടുവയ്പ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് ട്രംപ് പറഞ്ഞു. പനാമ ചൈന ഭരിക്കുകയാണെന്നും ഈ കനാൽ ചൈനയ്ക്ക് കൈമാറിയിട്ടില്ലെന്നും മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള സംഭാഷണത്തിൽ ട്രംപ് പറയുന്നുണ്ട്. പനാമ കനാൽ മനസ്സിലാകാതെ പനാമ വിട്ടുകൊടുക്കുന്നത് എങ്ങനെയാണ് ചൈനയ്ക്ക് എന്നും ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളത് തിരിച്ചെടുക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. നേരത്തെ പനാമ കനാലുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുകാരോടും നാവികസേനയോടും വളരെ അന്യായമായി പെരുമാറിയതായി ട്രംപ് പറയുന്നു. അമേരിക്കയുടെ ഇവിടെ ഈടാക്കുന്ന ഫീസ് അതും പരിഹാസ്യമാണ്. ഇത്തരം കാര്യങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പനാമ കനാലിന്റെ നടത്തിപ്പിൽ അതിൽ ചൈനയ്ക്ക് വലിയ പങ്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ചൈനീസ് ഗവൺമെന്റിന് വ്യക്തമായി പങ്കിന് പക്ഷേ തെളിവുകളൊന്നുമില്ല എന്നുള്ളതാണ്. ചൈന എല്ലായിടത്തും ചെയ്യുന്നത് പോലെ ബിനാമികളെ ഇറക്കിയാണ് ചൈന കളിക്കുന്നത്. ചൈനീസ് കമ്പനികൾക്ക് പനാമയിൽ ശക്തമായ സാന്നിധ്യവുമുണ്ട്. 2023 ഒക്ടോബർ മുതൽ 2024 സെപ്റ്റംബർ വരെ പനാമയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിലെ ഉൽപാദനത്തിന്റെ 21.4% ചൈനയാണ് കൈവശം വച്ചിരിക്കുന്നത്. അമേരിക്ക കഴിഞ്ഞാൽ പനാമ കനാലിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവും ചൈനയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പനാമ കനാലിലും തുറമുഖങ്ങളിലും ടെർമിനലുകളിലും ചൈന വൻതോതിൽ നിക്ഷേപവും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. ചൈനീസ് കമ്പനിയായിട്ടുള്ള ഹച്ചിസൺ പോർട്ട് ഹോൾസിംഗ്സിന്റെ ഒരു ഉപസ്ഥാപനം 1997 മുതൽ കനാൽ ബന്ധിപ്പിച്ച 2 തുറമുഖങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു. പസഫിക് തീരത്തെ ബാൽബോവയും അറ്റ്ലാന്റിക് തീരത്തെ ക്രിസ്റ്റോബിലുമാണ് ഈ 2 തുറമുഖങ്ങൾ എന്നുള്ളതും അമേരിക്ക നോട്ടമിട്ട് വച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.